നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. തൊടുപുഴ മേഖലയിലെ സ്വകാര്യ ബസ് ജീവനക്കാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO KK രാജീവ് നിർവഹിച്ചു. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം 25-ന് ആരംഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുഷ്ഠരോഗ നിർണയ പരിപാടി അശ്വമേധം 6.0യുടെ ഭാഗമായുള്ള ഭവന സന്ദർശന പരിപാടി ഇടുക്കി ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ ആരോഗ്യ വകുപ്പ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. പ്രസിഡന്റ് PM നിഷാദ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അവാർഡ് ജേതാക്കൾക്ക് ഉപകാര സമർപ്പണം നടത്തി. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോ. അഗ്രികൾച്ചർ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരളയുടെ 48ാമത് സംസ്ഥാന സമ്മേളനം 22-ന് തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ അഗ്രികൾച്ചർ അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർമാരുടെയും അഭിവൃദ്ധിക്കും അവകാശ സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സമകാലീന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അഗ്രികൾച്ചർ വകുപ്പ് ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. തിളക്കമാർന്ന തുടക്കത്തോടെ നമ്മുടെ പരിപാടികൾ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഒരേ ഭൂമിയിൽ നിന്ന് ഇരട്ടി ഉൽപ്പാദനം ഉണ്ടാകുന്നത് അതിനൊരു വികസനവും മറ്റു സമയവും ഏർപ്പെടുത്താൻ ശ്രമിക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ന്യായമായ വില ഉറപ്പാക്കുക, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാരും സന്തോഷത്തിനായി മുന്നോട്ട് പോകണം. അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമായി നിങ്ങൾ ശ്രമിക്കുന്നത്. സമൂഹങ്ങളുടെ എല്ലാ ഭാവങ്ങളിൽ നിന്നും വ്യവസ്ഥത്തിൽ ഇതിൻ്റെ അംഗങ്ങൾക്കെല്ലാം ഐശ്വര്യം ഉണ്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് PM നിഷാദ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ട്രെയിനർ ഗിരീശൻ തേഞ്ഞിപ്പാലം, സംസ്ഥാന അവാർഡ് ജേതാക്കളായ KK ജയ്സൽ, P ഹേമ എന്നിവർക്ക് ഉപഹാരം നൽകി. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായ A ഷീല, S ദീപു, P ഷീന, സെക്രട്ടറി AV പ്രതീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം P സുനിൽകുമാർ, ജിജീഷ് കുമാർ, ജനറൽ സെക്രട്ടറി VM സിദ്ദിഖ്, ട്രഷറർ ജോസഫ് വിനു, KK ജാഫർ, C സുരേഷ് ബാബു, സുബി S കുട്ടപ്പൻ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മോട്ടോർ വാഹന വകുപ്പ് തൊഴിൽ സബ് RTO ഓഫീസ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ തൊടുപുഴ മേഖലയിലെ സ്വകാര്യ ബസ് ജീവനക്കാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO KK രാജീവ് നിർവഹിച്ചു. പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പിലെയും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെയും ഉദ്യോഗസ്ഥർ ക്ലാസുകൾ എടുത്തു. സ്വകാര്യ ബസ് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് വിവിധ കർമ്മ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ബസ് തൊഴിലാളികൾക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO KK രാജീവ് നിർവഹിച്ചു. പരാതിക്കാരുടെ ആളുകളെ അപ്പത്തിന് ഞങ്ങൾ നമുക്ക് 10 ബസ്സിന് അതിന് ഉടനെ അയച്ചത് അതൊക്കെ പറയാറില്ല. എയർപോർട്ട് അടിക്കുന്നു. ഇപ്പൊ കണ്ടക്ടർ മോശമാണ്. കഴിഞ്ഞ ദിവസം അടിമാലിയിൽ
അധ്യാപകരും മോശമായിട്ട് സംസാരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ പരാതികൾ ഇത് റൂട്ട് മാറുകയുള്ളൂ. ചടങ്ങിൽ മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തിൽ തൊടുപുഴ സബ് RTOയിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഐസക് തോമസും മോട്ടോർ വാഹന ക്ഷേമനിധി നിയമങ്ങളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ കേരള മോട്ടോർ വാഹന വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഇടുക്കി ജില്ലാ DEO മനോജ് സെബാസ്റ്റ്യനും ക്ലാസുകൾ നയിച്ചു. അതുമാത്രമല്ല മറ്റുള്ള വാഹനം ഓടിക്കുന്നവരുണ്ട്, മറ്റുള്ള മക്കളെ സംബന്ധിച്ചോളം സ്വന്തം വാഹനം ഓടിക്കുന്നവരുണ്ട്, ഒരു ഏജന്റുമാർ ഇടനിലക്കാരുണ്ട്. എല്ലാവരും കാര്യമെല്ലാം പറഞ്ഞു അവർ ക്ഷേമനിധി ടാക്സ് എല്ലാം അടച്ചു തരാമെന്ന് പറഞ്ഞു. ക്ഷേമനിധിക്കുള്ള പൈസയും ടാക്സിനുള്ള പൈസ എല്ലാം മേടിച്ചിട്ട് ഒരു ശേഖരം അടച്ച് മാത്രം പോകും. വണ്ടിയുടെ വിധം മാത്രം അടച്ചു കൊടുക്കും. തൊഴിലാളിയുടെ ശേഖരം അടയ്ക്കാതെ അവർ വണ്ടി നഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവസാന സമയത്ത് ഓഫീസിൽ ഒരു ആനുകൂല്യം കൊണ്ട് ഒട്ടും വേണം ഒത്തിരി പേരെ കണ്ടു ചെയ്യാനുണ്ട്. പക്ഷേ മോട്ടോർ ക്ഷേമനിധി ബോർഡിൻ്റെ എനിക്ക് 4000 കോടി രൂപയുടെ ഫണ്ടുള്ള ബോർഡായി. നിങ്ങൾ ജസ്റ്റ് അത് നിങ്ങൾ ക്ഷേമനിധി ചേർന്ന് ഇപ്പോൾ ഓഫീസിൽ ഒന്ന് അടയ്ക്കേണ്ട. സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴി അക്ഷയ വഴിയോ നിങ്ങൾക്ക് വെൽഫെയർ അടയ്ക്കാവുന്നതാണ്. ജോയിന്റ് RTO സഞ്ജയ് S, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ്, തൊടുപുഴ സബ് RTOയിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിഷോർ PG, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുരുകേഷ് S എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത സ്വകാര്യ ബസ് ജീവനക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം 25-ന് ആരംഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന് മുന്നോടിയായി പന്തൽപ്പാട്ട് ഗുരുതി എന്നിവ നടത്തി. പ്രധാന ഉത്സവ ദിവസങ്ങളായ മാർച്ച് 1-ന് കോട്ടയ്ക്കകം സർപ്പക്കാവ് ദേവീക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും 2-ന് തൊഴുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും രേവതി എതിരേൽപ്പും പേട്ട എഴുന്നള്ളിപ്പും നടക്കും. 3-ന് താലപ്പൊലി ഘോഷയാത്രയും അശ്വതി ഊട്ടും 4-ന് രാത്രി 11:30 മുതൽ ഗരുഡൻ തൂക്കവും ഉണ്ടായിരിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ചരിത്രപ്രസിദ്ധമായ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് 25-ന് വൈകിട്ട് 6-ന് ക്ഷേത്രം വെളിച്ചപ്പാട് കൊടിയേറ്റുന്നതോടെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 24-ാം തീയതി ഫെബ്രുവരി 24-ന് കാവനാട് പരമേശ്വരൻ തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബിംബശുദ്ധിക്രിയകളും 25-ന് ഫെബ്രുവരി 25-ന് വൈകുന്നേരം കൊടിയേറുന്നതോടുകൂടി തിരുവുത്സവം ആരംഭിക്കുകയാണ്. ഈ ദേശത്തിൻ്റെ ദേവതയായ കാരിക്കോട് ഭഗവതിയുടെ ഉത്സവം വളരെ ഗംഭീരമായി നടത്തുവാൻ മുഴുവൻ ദേശവാസികളും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളും ആത്മാർത്ഥമായി ശ്രമിച്ചു വരികയാണ്. ഉത്സവത്തിന് മുന്നോടിയായുള്ള ചാലംകോട് ഇടവെട്ടിക്കാരുടെ വഴിപാടായ പന്തൽപ്പാട്ട് ഗുരുതി എന്നിവ നടത്തി. 25 മുതൽ എല്ലാ ദിവസവും തിരുമുൻപിൽ പറവെപ്പും വിശേഷാൽ ദീപാരാധനയും കളമെഴുത്തും പാട്ടും ഉണ്ടാകും. പ്രധാന ഉത്സവ ദിവസങ്ങളായ മാർച്ച് 1-ന് കോട്ടയ്ക്കകം സർപ്പക്കാവ് ദേവി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും 2-ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും രേവതി എഴുതിരേൽപ്പും പേട്ട എഴുന്നള്ളിപ്പും നടക്കും. 3-ന് താലപ്പൊലി ഘോഷയാത്രയും അശ്വതി ഊട്ടും. 4-ന് രാത്രി 11:30 മുതൽ ഗരുഡൻ തൂക്കവും ഉണ്ടായിരിക്കും. മാർച്ച് 5-ന് രാവിലെ 8-ന് ഉത്സവം കൊടിയിറങ്ങും. 7-ന് മഹാദേവ പ്രതിഷ്ഠാ ദിനാചരണവും ചാന്താട്ടവും നടക്കും. തുടർന്ന് മഹാപ്രസാദ ഊട്ട്. കൊടിയേറ്റ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 10:30 വരെ വിവിധ കലാപരിപാടികളും എല്ലാ ദിവസവും അത്താഴ ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ക്ഷേത്രം തന്ത്രി കാവനാട് ഇല്ലം ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയും മേൽശാന്തിമാരായ ശ്രീജിത്ത് KN, സുജേഷ് കുമാർ എന്നിവർ ചേർന്നാണ്. മാർച്ച് 3-ാം തീയതി വൈകിട്ട് സാംസ്കാരിക സമ്മേളനം അമൃതം 2025 എന്ന പേരിൽ സാംസ്കാരിക സമ്മേളനം നടത്തുകയാണ്. നമുക്കറിയാം, ലോകപ്രശസ്തനായ ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ അവർക്ക് ഈ വർഷത്തെ കാര്യപട്ടമ്മ പുരസ്കാരം 10,001 രൂപയും കീർത്തിമുദ്രയും ചടങ്ങിൽ സമ്മാനിക്കും. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് അവർ, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ N ജയരാജ് MLA, അതുപോലെ തന്നെ ലോകപ്രശസ്തനായ ആധ്യാത്മിക പ്രഭാഷകൻ ബഹുമാനപ്പെട്ട പൂജനീയ വിദ്യാസാഗർ ഗുരുമൂർത്തി ആ ചടങ്ങിൽ അനുഗ്രഹ ഭാഷണം നടത്തും. അതോടൊപ്പം തന്നെ PG ഹരിദാസ്, സ്വാമി അയ്യപ്പദാസ്, അതോടൊപ്പം തന്നെ ഞങ്ങൾ ആ മേഖലയിൽ നമുക്കറിയാം നമ്മുടെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അവരുടെ ഔദ്യോഗിക ജീവിത രംഗത്തൊക്കെ നന്നായി ശോഭിക്കുന്ന പ്രതിഭകളെ കണ്ടെത്തി അവരെ ആദരിക്കുന്ന ചടങ്ങ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ സ്വാമി അയ്യപ്പദാസ്, അതോടൊപ്പം തന്നെ കാലാവസ്ഥാ ഗവേഷണത്തിന് പ്രഥമ ഡയറക്ടറായ വനിതാ ഡയറക്ടറായ ശ്രീമതി നീത ഗോപാൽ,
അടക്കമുള്ള ആളുകളെ, അതുപോലെ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നമ്മുടെ കാരിക്കോട് ജില്ലാ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറുമായ സതീഷ് വാര്യർ, അതുപോലെ ശ്രീമതി ഡോക്ടർ ഗിരിജ തങ്കപ്പൻ, അതോടൊപ്പം തന്നെ നമുക്കറിയാം തൊടുപുഴയിൽ നിന്നും 2 പേരുടെ ജീവൻ രക്ഷിച്ച അനുഭവ മുത്തെടുത്ത് അടക്കമുള്ള ആളുകളെ ആദരിക്കുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ പി ചന്ദ്രൻ, സെക്രട്ടറി ജയകൃഷ്ണൻ പുതിയടത്ത്, വൈസ് പ്രസിഡന്റ് എം രാജീവ് കിരിയാമഠത്തിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭക്തരുടെ സൗകര്യാർത്ഥം ദർശനത്തിനും വഴിപാടുകൾക്കും പിതൃബലി തർപ്പണത്തിനുമായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 25-ന് കാവടി നിറയ്ക്കൽ ചടങ്ങും കാവടി പൂജയും നടക്കും. 26-ന് തൊഴുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിക്കും. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. മാർച്ച് 1 മുതൽ 8 വരെയാണ് ഈ വർഷത്തെ തിരുവുത്സവം നടക്കുമെന്നും അവർ അറിയിച്ചു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഭക്തരുടെ സൗകര്യാർത്ഥം ദർശനത്തിനും വഴിപാടുകൾക്കും പിതൃബലി തർപ്പണത്തിനുമായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രം മേൽശാന്തി ദിലീപ് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വൈദികവും ആഹാരപരവുമായ ചടങ്ങുകളോടെയും വിവിധ കലാപരിപാടികളോടെയുമാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. 25-ന് വൈകിട്ട് 8 മണിക്ക് കാവടി നിറയ്ക്കൽ ചടങ്ങും കാവടി പൂജയും നടക്കും. തുടർന്ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടികൾ പുറപ്പെടും. മഹാശിവരാത്രി ദിവസമായ 26-ന് ബുധനാഴ്ച രാവിലെ 8:30-ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിക്കും. മഹാശിവരാത്രി നാളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് മാരിക്കലുങ്ക് ഭാഗത്ത് പുതിയ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 1 മുതൽ 8 വരെയാണ് ഈ വർഷത്തെ തിരുവുത്സവം നടക്കുന്നത്. മാർച്ച് 1-ന് രാത്രി 8 മണിക്ക് ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട മണക്കാട് പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കും. ഈ വരുന്ന ബുധനാഴ്ച ഫെബ്രുവരി 26-ാം തീയതി മഹാശിവരാത്രി കൊണ്ടാടുകയാണ്. 25-ാം തീയതി വൈകിട്ട് ക്ഷേത്രത്തിൻ്റെ ഹാളിൽ കാവടി നിറയ്ക്കലും അതിനുശേഷം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്രയും നടക്കും. മഹാശിവരാത്രി നാളായ ബുധനാഴ്ച രാവിലെ 8:30-ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്റെയും പാണ്ഡിമേളത്തിന്റെയും വഴിപാട് കാവടികളുടെയും ആട്ടക്കാവടികളുടെയും എല്ലാം അകമ്പടിയോടെ മഹാശിവരാത്രി നാളിലെ കാവടി ഘോഷയാത്ര തൊടുപുഴ അമ്പലത്തിൽ നിന്നും തുടങ്ങി തൊടുപുഴ അമ്പലത്തിന്റെ പഴയ ആർച്ച് വഴി പുളിമുട്ടിൽ ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്ന് നേരെ കാഞ്ഞിരമറ്റം ബൈപ്പാസ് വഴി കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പോകുന്നത്. 11 മണിയാകുമ്പോഴത്തേക്കും കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് ഈ ഘോഷയാത്ര പ്രവേശിക്കും. ഈ വർഷം കൂടുതൽ സൗകര്യത്തിന് കാഞ്ഞിരമറ്റം ഒളമറ്റം പാലത്തിന്റെ ഒളമറ്റം ഭാഗത്തെ റോഡിന്റെ പണി ടാറിങ്ങും എല്ലാം പൂർത്തി ആയതുകൊണ്ട് വേണ്ടത്ര വീതിയും സ്ഥല സൗകര്യവും ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഭക്തന്മാർ വരുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒളമറ്റം ഭാഗത്തുകൂടി വന്നാൽ കാഞ്ഞിരമറ്റം ഒളമറ്റം ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് നിലവിലുള്ള പാലം വഴി കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. വേണ്ടത്ര പാർക്കിംഗ് സൗകര്യമുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് TS രാജൻ, സെക്രട്ടറി PG രാജശേഖരൻ, ഖജാൻജി KS വിജയൻ, ഉത്സവ കമ്മിറ്റി കൺവീനർ KP ശിവദാസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീകാന്ത് കാഞ്ഞിരമറ്റം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുഷ്ഠരോഗ നിർണയ പരിപാടി അശ്വമേധം 6.0യുടെ ഭാഗമായുള്ള ഭവന സന്ദർശന പരിപാടി ഇടുക്കി ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാടുകൾ നോക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശം മുൻനിർത്തിയായിരുന്നു പരിപാടി. പദ്ധതി പൂർത്തിയായെങ്കിലും പരിശോധനകളും ബോധവൽക്കരണവും തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കുഷ്ഠരോഗ നിർണയ പരിപാടി അശ്വമേധം 6ന്റെ ഭാഗമായുള്ള ഭവന സന്ദർശന പരിപാടി ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു.
നടത്തിയ ക്യാമ്പയിൻ പ്രകാരം ജില്ലയിൽ 6 ലക്ഷത്തിൽ പരം പേരുടെ പരിശോധനകൾ പൂർത്തിയായെന്നും ഇതിൽ 506 പേർക്ക് രോഗം സംശയിക്കുന്നുണ്ടെന്നും പറയുന്നു. ഇവരെ കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അറിയിച്ചു. പാടുകൾ നോക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശം മുൻനിർത്തിയായിരുന്നു പരിപാടി. പദ്ധതി പൂർത്തിയായെങ്കിലും പരിശോധനകളും ബോധവൽക്കരണവും തുടരുമെന്നും അറിയിച്ചു. 3 ലക്ഷത്തോളം വീടുകളുമുണ്ട്. ഈ വീടുകളെല്ലാം സന്ദർശിക്കുകയും ആർക്കെങ്കിലും പാടുകളുണ്ട്, ഇതിന്റെ രോഗലക്ഷണങ്ങളായ ദേഹത്ത് നിറം മങ്ങിയതോ ചുവന്ന് കടിച്ചതോ ആയ പാടുകളുണ്ടോ എന്ന് നിരീക്ഷിച്ച് അങ്ങനെ എന്തെങ്കിലും ലെപ്രസിയുടേതായിട്ട്, അതായത് കുഷ്ഠരോഗത്തിൻ്റെതായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നവരെ നമ്മൾ തൊട്ടടുത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് റെഫർ ചെയ്യുകയും ലെപ്രസി അല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുകയും ചെയ്യും. ലെപ്രസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായ ചികിത്സയാണ് ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഫെബ്രുവരി 19 വരെയുള്ള കണക്കുകൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇതുവരെ വിസിറ്റ് ചെയ്തത് 6 ലക്ഷത്തോളം ആൾക്കാരെ നമ്മൾ പരിശോധിച്ചതിൽ 506 സസ്പെക്റ്റഡ് കേസുകളാണ് നമ്മൾ ഇതുവരെ ലെപ്രസിക്ക് വേണ്ടി റെഫർ ചെയ്തിട്ടുള്ളത്. നാളെ വരെയാണ് ഈ ക്യാമ്പയിൻ ഉള്ളത്. ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ജനങ്ങൾക്ക് ബോധവൽക്കരണവും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ബോധവൽക്കരണത്തെ തുടർന്ന് പാടുകൾ കണ്ടുപിടിക്കുകയും അതേ തുടർന്ന് പാടുകൾ കണ്ടുപിടിച്ച് അത് ലെപ്രസി ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. മൂലമറ്റം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസ് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SR അമീന, ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ VR ശൈലഭായി, അറക്കുളം FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിൻഡു ടോജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പീറ്റർ K അബ്രഹാം, പബ്ലിക് ഹെൽത്ത് നഴ്സ് ശകുന്തള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര കേരള ബജറ്റുകൾ, 2 നയങ്ങൾ സമീപനങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബെഫി സംസ്ഥാന ജനറൽ സെക്രട്ടറി N സനിൽ ബാബു പ്രഭാഷണം നടത്തി. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര കേരള ബജറ്റുകൾ, 2 നയങ്ങൾ സമീപനങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 8ാം ബജറ്റ് രാജ്യത്തിന്റെ തെക്കേ അറ്റത്തെ കേരളം എന്ന സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിക്കുന്നതാണ്. കേരളം എന്ന പേര് പോലും ഇല്ലാത്തതാണ് 3ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. അർഹമായ സാമ്പത്തിക വിഹിതം നൽകാതെയും പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാതെയും വികസിത സംസ്ഥാനത്തെ അവികസിത പിന്നോക്ക ദരിദ്ര സംസ്ഥാനമാക്കുക എന്ന സംഘപരിവാർ അജണ്ട വ്യക്തമാക്കപ്പെടുന്ന ബജറ്റാണിതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. അർഹതപ്പെട്ടത് കേന്ദ്രം തരാതിരിക്കുന്ന സാഹചര്യത്തിലും ജനജീവിതവും നാടിന്റെ വികസനവും ഉപേക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പാക്കുന്നതാണ് LDF സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റെന്നും അവർ കൂട്ടിച്ചേർത്തു. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബെഫി സംസ്ഥാന ജനറൽ സെക്രട്ടറി S സനിൽ ബാബു പ്രഭാഷണം നടത്തി. ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇപ്പൊ 4ലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ 3 ആകും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറെ ആളുകളൊക്കെ വിചാരിക്കും, ശരിയാ, GDP വലിയ തോതിൽ വളർന്നിട്ടുള്ളത് കൊണ്ടാണല്ലോ അല്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തുന്നു. ലോകത്ത് രാജ്യങ്ങളുടെ ഇടയിൽ 3ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. അപ്പൊ ഇത്തരം ചില പദങ്ങൾ, ഇപ്പോ റവന്യൂ കമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലേ, നമ്മൾ നമ്മുടെ ജീവിത ചെലവുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്. 100 രൂപയ്ക്ക് നമ്മൾ 5 വർഷം മുമ്പ് വാങ്ങിയ സാധനങ്ങൾ, അല്ലെ 1 വർഷം മുമ്പ് കൂട്ടിയാലും ഇപ്പൊ അത് വാങ്ങണമെങ്കിൽ ഒരു ചുരുങ്ങിയത് 110 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ 10% എന്താ? ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പാണ്. അപ്പോൾ എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനത്തിൽ നമുക്ക് വർധന വന്നിട്ടുണ്ടോ? ഇപ്പൊ സർക്കാർ ജീവനക്കാരെന്ന നിലയിൽ ചെറിയ വർധനമൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ, DA എന്ന നിലയിൽ തരും. ഈ DA ഒക്കെ കൊടുക്കുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തിയാണ്. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജര, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TG രാജീവ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നികുതി വർധനവിനെതിരെ കോതമംഗലം നഗരസഭ ഓഫീസിന് മുന്നിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ EK സേവ്യർ ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരികൾ മുനിസിപ്പൽ സെക്രട്ടറിക്കും ചെയർമാനും തൊഴിൽ നികുതി കുറയ്ക്കുന്നതിനുള്ള നിവേദനം നൽകി. മുനിസിപ്പാലിറ്റി തൊഴിൽ നികുതി അന്യായമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടി ടൗൺ തങ്കളം യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. പ്രതിഷേധ റാലിയും ധാരണ നിയോജക മണ്ഡലം പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ EK സേവ്യർ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങാടി യൂണിറ്റും തങ്ങള യൂണിറ്റും സംയുക്തമായി ഇന്ന് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ മാർച്ചും ധർണയും നടത്തുകയുണ്ടായി.
കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് തൊഴിൽക്കരത്തിന്റെ പെർഫോമ തന്നപ്പോൾ ചെറിയ ചെറിയ തുകകളുണ്ടായിരുന്ന 100, 150, 200 രൂപയെല്ലാം ഉണ്ടായിരുന്നത് 1000, 750, 600 എല്ലാമായിട്ട് ഒരു വൻ വർധനവയാണ്. ഏതാണ്ട് 250-300% ഈ തൊഴിൽ നികുതിയിൽ വർധനവ് വന്നിരിക്കുന്നത്. അപ്പൊ ആ വർധനവ് പിൻവലിക്കണമെന്നും ഒരു ചെറിയൊരു പെർസെന്റേജ് വർധനവ്ക്ക് നമുക്ക് വിരോധമില്ലെന്നും എല്ലാം പറഞ്ഞാണ്. കോതമംഗലം ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് എം പി നൌഷാദ്, തങ്കളം യൂണിറ്റ് പ്രസിഡന്റ് പൌലോസ്, നിയോജകമണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് PM ഷംജൽ, നിയോജകമണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ലില്ലി തോമസ്, ടൗൺ യൂണിറ്റ് ട്രഷറർ KK വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരികൾ മുനിസിപ്പൽ സെക്രട്ടറിക്കും ചെയർമാനും തൊഴിൽ നികുതി കുറയ്ക്കുന്നതിനുള്ള നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന ഫോട്ടോ മാജിക് വെഡ്ഡിംഗ് സ്റ്റുഡിയോ തൊടുപുഴ KSRTC ജംഗ്ഷനിലുള്ള പുത്തിരി ടവറിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മാജിക് ഫ്രെയിംസിലെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഫസ്റ്റ് ക്ലിക്ക് നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. തൊടുപുഴ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപം കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഫോട്ടോ മാജിക് വെഡ്ഡിംഗ് സ്റ്റുഡിയോ KSRTC ജംഗ്ഷനിലുള്ള പുത്തിരി ടവറിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മാജിക് ഫ്രെയിംസിലെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഫസ്റ്റ് ക്ലിക്ക് നിർവഹിച്ചു. ഏത് വ്യക്തി ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രസ്ഥാനം ഒന്നുകൂടെ വിപുലീകരിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ സുഹൃത്തായ ബെന്നി തൊടുപുഴയുടെ ഹൃദയഭാഗത്തേക്ക് തൻ്റെ സ്ഥാപനം ഒന്നുകൂടെ വിപുലീകരിച്ചുകൊണ്ടിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ. അപ്പോൾ ഫോട്ടോ മാജിക്കിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. ഫിലിം ഡയറക്ടർ ചിന്മയി, ലൂണാർ ഗ്രൂപ്പിലെ ജൂബി ടീന, കൊക്കോ കേരളയിലെ ജെയ്മി സീന, ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KM മാണി, സൂപ്പർ ഫോട്ടോസ് സാരഥികൾ തുടങ്ങിയവർ ദീപം തെളിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് 31 മുൻപായി ബുക്ക് ചെയ്യുന്ന ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും 20% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ബെന്നി ജോസഫ് അറിയിച്ചു. നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് ടെസ്റ്റ് നടത്തി. കരാട്ടെ മാസ്റ്റർ ബേബി എബ്രാഹിമിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾ ടെസ്റ്റിൽ പങ്കെടുത്തു. കല്ലൂർക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ K ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി മുഖ്യപ്രഭാഷണം നടത്തി.
നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് ടെസ്റ്റ് 2025 നടത്തി. കരാട്ടെ മാസ്റ്റർ ബേബി എബ്രഹാമിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 60ഓളം കുട്ടികൾ ടെസ്റ്റിൽ പങ്കെടുത്തു. നാഗപ്പുഴ സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ കല്ലൂർക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ആയോധനകലകളെല്ലാം നമ്മൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കാരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ അറിവാണ്. അറിവ് അത് വായനയിൽ കൂടിയാണെങ്കിലും ആയോധന കലയിൽ കൂടിയാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിലാണെങ്കിലും ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി നമുക്ക് ജീവിക്കുമ്പോൾ അവിടെയും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ വരും ദിനങ്ങളിലെല്ലാം തുടർന്നും ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്കും അതുപോലെ വരും ഭാവിയിലും ഈ കുട്ടികൾക്കെല്ലാം ഇതേപോലെ കരാട്ടെ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യം പോഷിപ്പിക്കുന്നതായിട്ട് ഉതകുന്ന ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്നതായിട്ടുള്ള എല്ലാതരം കലകളിലും കായിക അഭ്യാസങ്ങളിലും അവർ എൻഗേജ്ഡ് ആകാനുള്ള അവസരം അവർക്കുണ്ടാകുന്ന തരത്തിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം കഴിയട്ടെ എന്നും അതിനുള്ള ഭാഗ്യം ഈ കുട്ടികൾക്കുണ്ടാവട്ടെ എന്നും. സമ്മേളനത്തിൽ കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ജാൻസി ജോമി, PTA പ്രസിഡന്റ് സാജു പോൾ എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ജോൺ കടവൻ സ്വാഗതവും MPTA പ്രസിഡന്റ് ബിനീത കെ ജോർജ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കുട്ടികളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത് വന്നൊന്ന് എടുക്കാം. കുട്ടികളുടെ ഫോട്ടോ എടുക്കേണ്ടവർക്ക് 2 സൈഡിലായിട്ട് ഒന്ന് എടുക്കാം കേട്ടോ. കളർ ബെൽറ്റുകൾ കരാട്ടെ മാസ്റ്റർ ബേബി എബ്രഹാം കുട്ടികൾക്ക് കൈമാറി. തുടർന്ന് വിദ്യാർത്ഥികളുടെ പരിശീലന പ്രകടനങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, നാഗപ്പുഴ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന LSS USS മാതൃകാ പരീക്ഷയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലത്ത് നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. KSTA ഉപജില്ലാ പ്രസിഡന്റ് അനീഷ് KR അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന LSAS USS മാതൃകാ പരീക്ഷയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. പരീക്ഷയിൽ 500ഓളം കുട്ടികൾ പങ്കെടുത്തു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ KSTA ഇടപെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മഹാഭൂരിപക്ഷം അധ്യാപകരുടെയും പിന്തുണ ആർജിക്കാൻ ഈ കഴിഞ്ഞകാല പ്രവർത്തനം കൊണ്ട് KSTAക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അധ്യാപകർ ജോലിയെടുക്കുന്ന മേഖലയ്ക്കകത്ത് അവരുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുന്നേറ്റം എന്ന ലക്ഷ്യം കൂടി KSTA ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ LSS USS സ്കോളർഷിപ്പ് എന്നുള്ളത്
ഇനി മുതൽ കഴിഞ്ഞ ബഡ്ജറ്റൊക്കെ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം, മുഖ്യമന്ത്രിയുടെ പേരിലാണ് CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പേരിലേക്ക് ഇനി മുതൽ ഇത് മാറി അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ അത് സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. KSTA ഉപജില്ലാ പ്രസിഡന്റ് KR അനീഷ് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എലിയാസ് മാത്യു എന്നിവർ ആശംസകൾ നേർന്നു. ഫെബ്രുവരി 27-ാം തീയതിയാണ് യഥാർത്ഥ പരീക്ഷ നടക്കുന്നത്. KSTA നേതാക്കളായ TA അബൂബക്കർ, M നിയാസ്, P അലിയാർ, എൽദോ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കല്ലൂർക്കാട് കാർഷിക മാർക്കറ്റിന്റെയും ഇൻഫാമിന്റെയും ഫാർമേഴ്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ കല്ലൂർക്കാട് വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ കർഷക മാർച്ചും കൂട്ടധർണയും നടത്തി. ഇൻഫാമിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഫാദർ ജോസ് മോനിപ്പള്ളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. AKCC രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സംസാരിച്ചു. കർഷക മാർച്ച് സിന്ദാബാദ്, കർഷക ധർണ സിന്ദാബാദ്, വില്ലേജ് ധർണ സിന്ദാബാദ്. വർദ്ധിപ്പിച്ച വസ്തു നികുതി പിൻവലിക്കുക, വസ്തു ആധാരങ്ങളുടെയും ഇഷ്ടദാന ആധാരങ്ങളുടെയും രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കുക, വന്യജീവികളിൽ നിന്നും ക്ഷുദ്രജീവികളിൽ നിന്നും മനുഷ്യനും സ്വത്തിനും സംരക്ഷണം നൽകുക, കാട്ടാനയ്ക്കും കടുവയ്ക്കും കാട്ടുപോത്തിനും കാട്ടുപന്നിക്കും കൊടുക്കുന്ന സംരക്ഷണവും പരിരക്ഷയുമെങ്കിലും പ്രപഞ്ച സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് കൊടുക്കുക, ആവാസ മേഖലകൾ വിട്ട് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യജീവികളെയും ക്ഷുദ്രജീവികളെയും കൊന്ന് ഭക്ഷ്യയോഗ്യമായവയെ ലേലം ചെയ്ത് വിൽക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കല്ലൂർക്കാട് കാർഷിക മാർക്കറ്റിന്റെയും ഇൻഫോമിന്റെയും ഫാർമേഴ്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ കല്ലൂർക്കാട് വില്ലേജ് ഓഫീസിന് മുൻപിലേക്ക് കർഷക മാർച്ചും ധർണയും നടത്തിയത്. ഐക്യം സിന്ദാബാദ്, ഐക്യം മക്കളുടെ രക്ഷയ്ക്കായി കൊണ്ടൊരു പ്രസ്ഥാനം, ഇൻഫാമിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഫാദർ ജോസ് മോനിപ്പള്ളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. AKCC രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. PD ഫ്രാൻസിസ്, ജോയി തെങ്ങുകുടി, ജോണി നെല്ലിക്കുന്നേൽ, KM തങ്കച്ചൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇത് ഭരിക്കുന്നവരുടെ ഉദ്യോഗസ്ഥ വർഗത്തിന്റെ വനം കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്ന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ അതുമായി ബന്ധപ്പെട്ടുള്ള മൃഗസംരക്ഷണത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ തീരുമാനം അതായിരുന്നു. 2 മാസം കൊണ്ട് ഇവരെ ഞങ്ങൾ ശരിയാക്കി എടുത്തേക്കാമെന്ന് തമ്പുരാൻ തീരുമാനിച്ചു. ഈ കാട്ടുകള്ളന്മാരുടെ കൊള്ളയിൽ നിന്നും ഈ മഹാരാജാവിനെ തിരിച്ചു വിളിച്ചേക്കാമെന്ന്. ഇന്ന് എന്തുകൊണ്ട് ഈ മൃഗസ്നേഹികള് ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചില്ല? ആ കാട്ടുകൊമ്പനെ അടക്കം ചെയ്തെടുത്തു പോയി കരഞ്ഞ് വിലപിച്ച് ഒച്ചവെക്കേണ്ടതായിരുന്നു. അവന്റെ നെറ്റിയിലുണ്ടായ മുഖവ് പാവപ്പെട്ട ആ മലയോരങ്ങളിലുള്ള ഏതെങ്കിലും കൃഷിക്കാരൻ അവനെ വെടിവെച്ചതാണ് എന്ന് അല്ലെങ്കിൽ അവനെ ആക്രമിച്ചതുകൊണ്ടുണ്ടായ മുഖമാണ് എന്ന് പറഞ്ഞ് അത് ഈ മൃഗഡോക്ടർമാരെ കൊണ്ട് അത് പരിശോധിച്ച വിദഗ്ധ സംഘം, ചെറിയ ടീമൊന്നുമല്ല. ഇന്ന് ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. തൊടുപുഴ മേഖലയിലെ സ്വകാര്യ ബസ് ജീവനക്കാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO KK രാജീവ് നിർവഹിച്ചു. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം 25-ന് ആരംഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുഷ്ഠരോഗ നിർണയ പരിപാടി അശ്വമേധം 6.0യുടെ ഭാഗമായുള്ള ഭവന സന്ദർശന പരിപാടി ഇടുക്കി ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ ആരോഗ്യ വകുപ്പ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.